ഒരു പരാതി ഇല്ലാതെ അയാളെ എന്തിനാണ് അയാളെ പുറത്താക്കിയത്? എന്തിനാണ് വസന്ത് പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ? എന്റെ വസന്ത് ഞാനൊന്ന് പറയട്ടെ. അതുകൂടി പറ ഷാനിബേ. വസന്ത് ഇങ്ങനെ നാണം കെട്ട് ഒരുത്തിന് വേണ്ടി ന്യായീകരിക്കല്ലേ? ഇങ്ങനെ നാണം കെട്ട് ഒരു പെൺകുട്ടിയുടെ ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധപ്പെടുത്തുന്ന ഒരു പെൺകുട്ടിയെ കൊല്ലാൻ പോലും മടിയില്ലെന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവന് വേണ്ടി ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഒരു നാണമില്ലേ? ഒരു വൃത്തികെട്ടവന് വേണ്ടി ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ? നിങ്ങൾക്ക് പെൺസുഹൃത്തുക്കളില്ലേ? നിങ്ങളുടെ വീട്ടിൽ സഹോദരന്മാരില്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ സഹോദരന്മാരില്ലേ? അങ്ങനെയുള്ള സഹോദരന്മാരുള്ള നിങ്ങൾക്ക് ഉളുപ്പ് ലേവലേശമുണ്ടെങ്കിൽ ഇന്നിപ്പോ ഷാഫി പറമ്പിൽ വന്നിട്ട് ബോംബെയിൽ നിന്ന് വന്നിട്ട് ബാംഗ്ലൂർ വഴി വന്നിട്ട് കേരളത്തിൽ വന്നെന്ന് പറയാണ് ഞങ്ങൾ അയാളുടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ രാജിവെച്ചു. അത് വലിയ കാര്യമാണ്. ഞാൻ MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് പറയാ. ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ലേവലേശമുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ന്യായീകരിക്കും. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഇന്നും ഇന്നലെയുമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ സോഷ്യൽ മീഡിയ പറയുന്നുണ്ടല്ലോ, ദുൽഖിഫിലി പറയുന്നുണ്ടല്ലോ, ജിൻഡോ ജോൺ പറയുന്നുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ തന്നെ പറയുന്നു. ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ കഴിയാത്ത ഒരുത്തരാണ് ഇതുപോലെയുള്ള തെമ്മാടിത്തരം കാണിച്ചു കൂട്ടുന്നത് ജിൻഡോ ജോണും ദുൽഖിഫിലും പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. യൂത്ത് കോൺഗ്രസ് സഹപാഠികൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെയുള്ള ഒരു സൈക്കോപാത്തിന് വേണ്ടി, ഒരു ക്രിമിനലിന് വേണ്ടി ന്യായീകരിക്കാൻ വസന്തിന് നാണമാകുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരുത്തനെ പാലക്കാടിന്റെ MLA നിങ്ങൾ കൊണ്ടുവന്നിരുത്തുമ്പോ ഞങ്ങളത് അനുവദിക്കുമെന്നാണ് ഞാൻ ഇവിടെ നിഷാദ് പറഞ്ഞു. ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായുള്ള മാറ്റേണ്ടെന്നേ. ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്.